അസ്സലാമലൈക്കും. എന്റെ വീഡിയോയുടെ താഴെ വന്നൊരു കമന്റ് ആണ്, മഹശർ എവിടെ എന്നൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ഇദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയായിട്ട് ഒരു 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ ആദ്യത്തേത്, നമ്മുടെ ബുദ്ധിക്കും സങ്കല്പത്തിനുമൊക്കെ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഒരു 10,000-2000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യർക്ക് ഇന്നത്തെ ഈ ലോകത്തെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നു. ഈ ലാപ്ടോപ്പിനെ കുറിച്ചും അല്ലെങ്കിൽ സെൽഫോണും ഒന്നും അവർക്ക് ഊഹിക്കാൻ പോലും പറ്റുന്ന കണ്ടുപിടുത്തങ്ങളായിരുന്നില്ല. പക്ഷെ ഇന്ന് അതെല്ലാം സംഭവിച്ചു പോയി. അതുപോലെ തന്നെ നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയും സൂര്യനും അടങ്ങുന്ന ഈ ഗാലക്സിക്ക് പുറമെ അനേകായിരം ഗാലക്സികൾ ഇതേപോലെ തന്നെ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ ഈ മുഴുവൻ ഗാലക്സികളെയും നക്ഷത്ര സമൂഹങ്ങളെയും കുറിച്ചൊക്കെ സങ്കല്പിക്കാൻ നമ്മുടെ ഈ ഗ്രഹണ ശേഷി കൊണ്ട് നമുക്ക് സാധ്യമല്ല. ഈവൻ സ്പേസ് ട്രാവലേഴ്സിന് പോലും അതൊന്നും കഴിഞ്ഞൊന്നും വരില്ല. എന്തിനേറെ നമ്മൾ കാറ്റുവെള്ളം ബീച്ചിൽ പോവാറുണ്ടല്ലോ. ഈ കടലിന്റെ വിസ്തൃതയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ തലച്ചോറിനകത്ത് അതിന്റെ വിസ്തൃതയെ കുറിച്ച് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാ കാര്യങ്ങളും തലച്ചോറ് കൊണ്ട് ഗണിച്ചെടുക്കുന്നതാണ് പ്രശ്നം. തലച്ചോറ് കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെയും സമീപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തലച്ചോറിനെ മാത്രം അനുസരിക്കാൻ പഠിക്കുകയും പടച്ചവനില്ല അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പടച്ചവന്റെ അധികാര അവസ്ഥകളെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഹൃദയത്തില് ആയിരക്കണക്കിന് ദശലക്ഷക്കണക്കിന് ന്യൂറോൺസ് സ്വന്തമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ശേഷിയുള്ള ന്യൂറോൺസ് ഉണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് വായിക്കുക, പഠിക്കുക, സംശയങ്ങൾ വരുമ്പോൾ ഒരുപാട് അറിവുകൾ നേടുക. അതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അങ്ങനെ മനുഷ്യരുടെ ബുദ്ധിക്കും തലച്ചോറിന്റെ ശേഷിക്കും ഒക്കെ അപ്പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇന്ന് വരെ ജീവിച്ചിരുന്നവരും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരും ഇനി വരാൻ പോകുന്ന തലമുറയും എല്ലാം എടുത്തു നോക്കുക. അതിൽ 2 ആളുടെ വിരലടയാളം ഒരേപോലെ ആവാത്തത് എന്തിനാണ്? അത് എന്തുകൊണ്ടാണ്? അപ്പൊ എല്ലാറ്റിനും നമ്മൾ ശാസ്ത്രത്തെ അല്ലെങ്കിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ നമുക്കൊരു ഉത്തരം കിട്ടില്ല. ശാസ്ത്രീയമായി ഇനിയും പലതും കണ്ടുപിടിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് അവിടെയാണ് ശ്രേഷ്ഠാവിന്റെയും സൃഷ്ടിയുടെയും മഹത്തരം. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ചെങ്കടൽ വിഴുങ്ങിയ ഫിറോന്റെ ശരീരം നൂറ്റാണ്ടുകൾ കേടുകൂടാതെ സംരക്ഷിക്കപ്പെട്ടെങ്കിൽ, സംസം എന്ന അത്ഭുതകരമായ കിണർ ഉറവ പറ്റാതെ കാലാതികാലം നിലനിൽക്കുന്നുവെങ്കിൽ, കോടാനുകോടി മനുഷ്യരിൽ ഒരാളിൽ നിന്നും മറ്റൊരാൾ എല്ലാ തരത്തിലും തികച്ചും വ്യത്യസ്തനായിരിക്കുന്നുവെങ്കിൽ, മഹശറയിൽ ഒരുമിച്ച് കൂട്ടുന്നതിനെ നമ്മൾ എന്തിനു സംശയിക്കണം? പിന്നെ മഹശറ എന്ന അറബി വാക്കിന്റെ അർത്ഥം ഒരുമിച്ച് കൂട്ടൽ അല്ലെങ്കിൽ സമ്മേളിക്കൽ എന്നതാണ്. അത്ര മാത്രമേ ആ വാക്കിന് അർത്ഥമുള്ളൂ. അപ്പോൾ ഒരുമിച്ച് കൂട്ടപ്പെടും, അത് തീർച്ചയാണ്. അത് എവിടെയാണ്, എങ്ങനെയാണ് എന്നതെല്ലാം പടച്ചവന് വിട്ടുകൊടുക്കുന്നതല്ലേ നല്ലത്.